ബഹുമാനപ്പെട്ട നാരായണൻ മാഷ്, വക്കീൽ സാറ്, സുന്ദർജി, UT കുടുംബാംഗങ്ങളെ, 66 വയസ്സുള്ള ഒരു പുരോഹിതൻ ആണ് ഞാൻ. ഇപ്പോൾ ഇരിട്ടിയില് എടപ്പുഴ ദേശത്ത് ജോലി ചെയ്യുന്നു. പഠനത്തിന്റെ ഭാഗമായി യോഗയും അതോടൊപ്പം UTയും ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാവർത്തികമാക്കിയിരുന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. കാശ്മീരിലെ ഭീകരമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ തുടങ്ങി തണുപ്പിനെ നേരിടാൻ ഇതിനേക്കാൾ വലിയ മരുന്ന് മറ്റൊന്നില്ല എന്ന്. ആഫ്രിക്കയിൽ കൊടും ചൂടും മലേറിയയും കൊതുകും അതുപോലെയുള്ള മറ്റു പ്രാണികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ UT ചെയ്തു. അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ആഫ്രിക്കയിലെ വനാന്തരത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നില്ല എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ 2 അനുഭവങ്ങളും UT റെഗുലറായി ചെയ്യാൻ എന്നെ പഠിപ്പിച്ചില്ല. ഞാൻ അത് പഠിച്ചത് തെക്കേ അമേരിക്കയിൽ പെറു എന്ന രാജ്യത്ത് ജപ്പാൻ ആൻഡ് ചൈനീസ് കോളനിയിൽ ജോലി ചെയ്യുമ്പോഴാണ്. അവിടുത്തെ മനുഷ്യരുടെ ഡൈനാമിസത്തിന്റെയും ആരോഗ്യത്തിന്റെയും രഹസ്യം UT മാത്രമാണ് എന്ന കണ്ടെത്തലാണ് എന്നെ കൊണ്ട് UTയുടെ ശക്തനായ വക്താവ് ആക്കി മാറ്റിയത്. പെറുവിൽ വെച്ച് എനിക്ക് കോവിഡ് പിടികൂടി. UT കൊണ്ട് മാത്രമാണ് അന്ന് സുഖപ്പെട്ടത്. ഒരു ചികിത്സാ സമ്പ്രദായം എന്നതിനേക്കാൾ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ കഴിവുകളെ വളർത്തുന്ന ഒരു സാധനയാണ് UT എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. എല്ലാ ദിവസവും പഴകിയ യൂറിൻ ഉപയോഗിച്ച് മസാജ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ കുളിക്കുന്നത്. അതുപോലെ രാവിലെയും വൈകുന്നേരവും യൂറിൻ കുടിക്കുന്നു. യാതൊരു അസുഖങ്ങളും ഇല്ല എന്നല്ല, വളരെ വളരെ ആരോഗ്യവാനായി കഴിയുന്നു. പെറുവിൽ വെച്ചുണ്ടായ അനുഭവം അക്കാലത്ത് അതായത് 3 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ഞാനിത് പല വേദികളിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 100% വിജയമല്ല. എതിർക്കുന്നവരാണ് അവിടെ കൂടുതലും. കാരണം ഡിസ്ട്രക്റ്റീവ് പവറാണ് ലോകത്തെ മുഴുവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗികളെ പരിചരിച്ചാൽ കിട്ടുന്നതിന്റെ പ്രതിഫലം കൂടുതലാണ്. ആരോഗ്യമായി ജീവിക്കാൻ പഠിപ്പിച്ചാൽ കിട്ടുന്നതിനേക്കാൾ 100 മടങ്ങ് ലാഭം രോഗികളെ പരിചരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. സകല പൊളിറ്റിക്സിനെയും വിദ്യാഭ്യാസത്തെയും സംവിധാനങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തയും ഇതാണ്. പക്ഷേ സത്യവും യാഥാർത്ഥ്യവും അല്ല വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി നാം പിന്മാറരുത്. ആത്യന്തിക വിജയം എന്നും പ്രകൃതിക്കും സത്യത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കുമാണ്. ഈ വിശ്വാസത്താൽ ഒത്തിരി ശക്തമായി വളരെ പേർക്ക് UTയുടെ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരിക്കുന്ന നാരായണൻ മാഷക്കും വക്കീൽ സാറിനും സുന്ദർജിക്കും UT കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും എന്റെ അനുഭവം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തട്ടെ. നന്ദി. തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും കാശ്മീരിലും ഒക്കെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പത്തനംതിട്ട സ്വദേശിയായ ഇപ്പോൾ ഇരിട്ടിയിൽ താമസിക്കുന്ന ഫാദർ ജേക്കബ് എബ്രഹാമാണ് യൂറിൻ തെറാപ്പി സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മോട് തുറന്നു പറയുന്നത്. ക്രിസ്ത്യൻ പുരോഹിതന്മാർ ആഫ്രിക്കയിലെ വിവിധ പിന്നാക്ക രാജ്യങ്ങളിൽ യൂറിൻ തെറാപ്പി പ്രചാരകരായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നേരത്തെ വായിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ പണച്ചെലവും പാർശ്വദോഷങ്ങളും ഇല്ലാത്തതും ഫലപ്രദവുമായ ഈ ആരോഗ്യ സംരക്ഷണ സമ്പ്രദായത്തിന് പ്രചാരമുണ്ട് എന്ന വസ്തുതയാണ് ആദരണീയനായ ഫാദർ ജേക്കബ് അബ്രഹാമിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാദറിന് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു.